മുണ്ടക്കൈയിലേക്ക് എത്താൻ ബെയിലി പാലത്തിന്റെ നിർമ്മാണം നാളെ പൂർത്തിയാക്കുമെന്ന് സൈന്യം വ്യക്തമാക്കി. വിവരങ്ങളുമായി ചൂരൽമലയിൽ നിന്ന് വി അരുൺ നമുക്കൊപ്പം ചേരുന്നു. അരുൺ, രക്ഷാദൌത്യം കൂടുതൽ സുസജ്ജമായിട്ട് വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും നടത്തുമെന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം. ഉറ്റുനോക്കുന്നത് ബെയിലി പാലത്തിന്റെ പണി എപ്പോഴത്തേക്ക് പൂർത്തിയാകും എന്നുള്ളതാണ്. ഇന്ന് നടന്ന രക്ഷാദൌത്യത്തിൽ വലിയ തരത്തിൽ ആൾക്കാരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് സർക്കാർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്നത്തേക്ക് തെരച്ചിൽ നിർത്തിയിരിക്കുന്നു. അതാണോ അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ്? വസ്തുതയാണ്. കാരണം ആ രീതിയിൽ വി അരുൺ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. മരണം 205 കടന്നു എന്നുള്ള സാഹചര്യമാണ് ഇപ്പോൾ മുണ്ടക്കൈ ചൂരൽമലയിൽ നിന്ന് നൽകാൻ കഴിയുന്നത്. 191 പേരെ കുറിച്ച് ഇപ്പോഴും വിവരമില്ല എന്നുള്ള സൂചന സർക്കാർ നൽകിയിരിക്കുന്നു. MS അനീഷ് കുമാറും നമുക്കൊപ്പം ചേരുന്നു. അനീഷ, ഇന്ന് വൈകുന്നേരത്തോടുകൂടി ഒരു പക്ഷേ ബെയിലി പാലം പൂർത്തിയാകും. അങ്ങനെയാണെങ്കിൽ രാത്രിയും മണ്ണിനടിയിൽപ്പെട്ടവരെ പുറത്തെത്തിക്കുന്നത്, മൃതദേഹങ്ങൾ പുറത്തെത്തിക്കുന്നത് തുടരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ നാളെ ആയിരിക്കും പണി പൂർത്തിയാകുക എന്ന് സൈന്യം തന്നെ വ്യക്തമാക്കിയിരിക്കുന്ന ഒരു സാഹചര്യം നിൽക്കുമ്പോൾ ഇനി ഉള്ള രാത്രിയിലെ മണിക്കൂറുകളിൽ രക്ഷാദൌത്യം ഏത് ഘട്ടത്തിലാണ് പുരോഗമിക്കുക? തെരച്ചിൽ പൂർണ്ണമായി നിർത്തിയ ഒരു സാഹചര്യത്തിൽ ഇനി അങ്ങോട്ടുള്ള മണിക്കൂറുകൾ ഏത് തരത്തിലുള്ള കാര്യങ്ങളായിരിക്കും അവിടെ നടക്കുക? അപർണ, വലിയ കനത്ത മഴയാണ് കഴിഞ്ഞ ഏതാനും മിനിറ്റുകളായി അല്ലെങ്കിൽ കഴിഞ്ഞ ഏതാനും മണിക്കൂറുകളായി ഈ മേഖലയിൽ അനുഭവപ്പെട്ടിരിക്കുന്നുണ്ട്. വലിയ തോതിലാണ് മലവെള്ളപ്പാച്ചിൽ ആ മേഖലയിൽ നിന്നും, അതായത് ഉരുൾപൊട്ടി താഴേക്ക് വന്ന ആ മേഖലയിൽ നിന്നും താഴേക്ക് വരുന്നത് നമുക്ക് കാണാം. ഈ പുഴ തന്നെ വളരെ വിശാലമായി മാറിയിരുന്നു. അതിലും പലയിടത്തും വലിയ തോതിലുള്ള ഒഴുക്ക് രൂപപ്പെട്ടിരിക്കുന്നു. ബെയിലി പാലത്തിന്റെ നിർമ്മാണം അതിന്റെ പൂർണ്ണ സജ്ജമായ രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ഏതാനും മിനിറ്റുകളായി, ഏതാണ്ട് അരമണിക്കൂറിലധികമായി പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം മലവെള്ളപ്പാച്ചിൽ ഇപ്പോൾ പുഴയിലൂടെ ഉണ്ട്. അതിന്റെ സാധന സാമഗ്രികൾ, യന്ത്ര സാമഗ്രികളും മറ്റുമൊക്കെ ഈ ഭാഗത്തേക്ക് എത്തിയിരുന്നു. അതേതാണ്ട് പകുതി ഭാഗം വരെ നിർമ്മിച്ചിരിക്കുന്നു. ഒറ്റയടിക്ക് അങ്ങേയറ്റം വരെ ഈ പാലം എത്തില്ല. അതുകൊണ്ട് മധ്യത്തിൽ ഒരു തൂൺ പോലെയുള്ള ഒരു നിർമ്മിതിയുണ്ട്. അതുകൂടെ പൂർത്തിയാക്കിയ ശേഷമാണ് മറുകരയിലേക്ക് ഇതിന്റെ മറുഭാഗം നീട്ടാൻ കഴിയുകയുള്ളായിരുന്നു. എന്തായാലും അതിന്ന് പൂർത്തിയാവില്ല എന്ന കാര്യം ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് രാത്രിയോടെ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായി നാളെ രാവിലെ മുതലെങ്കിലും ഈ യന്ത്ര സാമഗ്രികളും മറ്റും ഈ പാലത്തിലൂടെ മറുകരയിലേക്ക് കടത്താൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഇന്നത്തെ ദൌത്യം കഴിഞ്ഞ് മടങ്ങി എത്തുന്ന രക്ഷാപ്രവർത്തകർ ഒരു വശത്തുണ്ട്. അവർ ഒരു ചെറിയ പാലം, തടിയാൽ തീർത്ത ഒരു പാലത്തിൽ കൂടിയാണ് ഈ പുഴയുടെ മറുകരയിലേക്ക് എത്തുന്നത്. എല്ലാ രക്ഷാപ്രവർത്തകരും വരിവരിയായി നിന്ന ശേഷം അവർ സമാധാനത്തോടെ അപ്പുറത്തെ കരയിലേക്ക് പോകുന്ന കാഴ്ച. വലിയ വെള്ളപ്പാച്ചിൽ ഇപ്പോൾ ഈ പുഴയിൽ ഉള്ള സാഹചര്യം. അതുകൊണ്ട് അങ്ങേയറ്റം അപകടകരമായ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് അവർ അവിടേക്ക് നീങ്ങുന്നത്. ഒപ്പം ഈ കഴിഞ്ഞ ദിവസം ഉരുൾപൊട്ടിയ മേഖലകളിൽ വീണ്ടും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവാനുള്ള സാധ്യതകൾ പ്രവചിക്കപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ദൌത്യം ഏതാണ്ട് അവസാനിപ്പിച്ച് ആളുകൾ പൂർണ്ണമായും താഴേക്ക് വരികയാണ്. കാരണം അവിടെ വീണ്ടും ഒരു അനിഷ്ടമുണ്ടായാൽ പിന്നീട് അതിന്റെ വ്യാപ്തി വലുതായി മാറുന്നതിനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഈ പരിശീലനം ലഭിച്ച ഫോഴ്സുകളിൽ പെട്ട ഉദ്യോഗസ്ഥരും ഒപ്പം ഈ സിവിൽ ഡിഫൻസ് അടക്കമുള്ള മറ്റ് സന്നദ്ധ സേവകരായ നാട്ടുകാരടക്കമുള്ളവരും ഇപ്പോൾ താഴേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. വലിയ മഴ ആ മേഖലകളിൽ ഇപ്പോഴും പെയ്യുന്ന സാഹചര്യം. അതുകൊണ്ട് രക്ഷാപ്രവർത്തനങ്ങൾക്ക് അങ്ങേയറ്റം വെല്ലുവിളി നിറഞ്ഞ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ആ സാഹചര്യം കണക്കിലെടുത്താണ് രക്ഷാപ്രവർത്തകർ പതിയെ സാവധാനം താഴേക്ക് വന്നിരിക്കുന്നത്. എന്തായാലും ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാവുക എന്നത് തന്നെയാണ് ഈ തെരച്ചിലുമായി ബന്ധപ്പെട്ട ഏറ്റവും നിർണായകമായ കാര്യമായി മാറുന്നത്. കാരണം ഈ പുഴ താണ്ടി മറുകരയിലേക്ക് സാധന സാമഗ്രികൾ എത്തിക്കാൻ കഴിയുന്നിടത്താണ് ഈ രക്ഷാപ്രവർത്തനത്തിന്റെ ബാക്കി വിജയം മുന്നോട്ട് പറയാൻ കഴിയുന്നത്. കാരണം ഈ 90% വീടുകൾ അവിടെ നഷ്ടപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. പൂർണ്ണമായും മണ്ണിനടിയിലാണ്. അതുകൊണ്ട് ജീവനോടെ എത്ര ആളുകളെ ഇനി പുറത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്ന ഒരു ആശങ്ക നേരത്തെ തന്നെ അധികൃതരും മറ്റും പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ഇന്നത്തെ ദൌത്യം
അവസാനിച്ച് ആളുകൾ മടങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയും. ദൂരെ തേയിലത്തോട്ടത്തിനിടയിലൂടെയും മറ്റുമൊക്കെ ആളുകൾ മഴക്കൂട്ടും ധരിച്ച് ഈ താഴേക്ക് വരുന്ന സാഹചര്യം. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി പാലം പണി പൂർത്തിയാക്കി നാളെ മുതൽ യന്ത്രസാമഗ്രികൾ മറുകരയിലെത്തിച്ച് പൂർണ്ണ തോതിലുള്ള തെരച്ചിൽ ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഉള്ളത്. അപർണ. MS അനീഷ് കുമാർ വിവരങ്ങൾ നൽകിയത്. രാത്രിയോടുകൂടി ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയായ ശേഷം നാളെ മുതൽ പ്രവർത്തനങ്ങൾ കൂടുതൽ സുസജ്ജമാക്കാനുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ അനീഷ് അവിടെ നിന്ന് പങ്കുവെക്കുമ്പോൾ VV അരുൺ കൂടി ചേർന്നു. അരുൺ, ഇന്ന് നടന്ന വലിയ രക്ഷാദൌത്യം, കേരളം ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഏകോപനത്തിൽ നടന്ന രക്ഷാദൌത്യം, ആ രീതിയിൽ ആളുകളെ രക്ഷിച്ചത്. അപ്പോഴും ഇനിയും എത്ര പേർ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നുള്ളൊരു കണക്ക് വ്യക്തമായിട്ടില്ല. ഈ രക്ഷാദൌത്യത്തിന് ഇറങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം പോലും ആ ആശയക്കുഴപ്പം നിലനിൽക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴും മണ്ണിനടിയിലുണ്ട് എന്ന് പ്രദേശവാസികൾ ആവർത്തിച്ചു പറയുന്ന ഒരു സാഹചര്യം കൂടി. ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണ് അരുൺ? ഇന്ന് നടന്ന രക്ഷാപ്രവർത്തനത്തിന്റെ ആകെത്തുക അതേത് തരത്തിലായിരുന്നു? അപർണ, അതീവ ദുഷ്കരമായിരുന്നു. അത്യന്തം വിപരീത സാഹചര്യങ്ങളായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് ഇന്ന് രാവിലെ മുതൽ ഉണ്ടായത്. പക്ഷേ രാവിലെ തന്നെ രക്ഷാ ദൗത്യം ആരംഭിച്ചു. പാലത്തിന്റെ താൽക്കാലിക നിർമ്മാണത്തിനുള്ള നടപടികൾ അതിരാവിലെ തന്നെ 6 മണിക്ക് നമ്മൾ എത്തുമ്പോൾ തന്നെ സൈന്യം അതിന്റെ നടപടികൾ തുടങ്ങിയിരുന്നു. പിന്നീട് ബംഗളൂരുവിൽ നിന്നും മറ്റും കൂടുതൽ ഇതിന്റെ ഭാഗങ്ങൾ, ഈ പാലത്തിന്റെ ബേബി പാലത്തിന്റെ ഭാഗങ്ങൾ എത്തേണ്ടതുണ്ടായിരുന്നു. അതിനുള്ള നടപടികൾ ഗതാഗത ക്രമീകരണം അടക്കം ഏർപ്പെടുത്തിക്കൊണ്ട് വരാൻ അനുമതി നൽകാതെ, കടത്തിവിടാതെ അത്തരം ഗതാഗത ക്രമീകരണങ്ങൾ കൂടി ഒരുക്കിയാണ് ബേബി പാലത്തിലുള്ള യന്ത്രസാമഗ്രികൾ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമം ഇപ്പോഴും തുടരുന്നത്. അതിന്റെ ഏതാനും ഭാഗങ്ങൾ എത്തിക്കഴിഞ്ഞ് ഇനിയും എത്തിച്ചേരാനുണ്ട്. ഈ പാലം നദിയിൽ ഉറപ്പിക്കുന്ന തൂണുകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളാണ് ഇനി പ്രധാനമായും എത്തേണ്ടത്. ബംഗളൂരുവിൽ നിന്നും ചെന്നൈയിൽ നിന്നുമാണ് ഈ ഭാഗങ്ങൾ വിമാനമാർഗത്തിൽ കണ്ണൂരിൽ എത്തിച്ചത്. അത് ഇവിടേക്ക് ഈ ചൂരൽമലയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലാണ് സൈന്യത്തിന്റെ പ്രവർത്തനം തുടങ്ങിയത്. അതിനപ്പുറത്തേക്ക് ഇന്നലെ തന്നെ ഒരു തടിപ്പാലം ഈ പുഴ മുറിച്ചു കടന്ന് അട്ടമല അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് പോകാനായി ഒരു തടിപ്പാലം നിർമ്മിച്ചിരുന്നു. ആ പാലത്തിലൂടെ രക്ഷാപ്രവർത്തകർ, നൂറുകണക്കിന് രക്ഷാപ്രവർത്തകർ പുഴയ്ക്ക് അപ്പുറത്തേക്ക് പോയി. അവരാണ് ഇപ്പോൾ തിരിച്ചു വരുന്ന ദൃശ്യങ്ങളിൽ നമുക്ക് ഉള്ളത്. കാരണം അവിടെ ഇനി ദൗത്യം തുടരുക, ഇന്ന് തിരച്ചു തുടരുക അത്ര എളുപ്പമല്ല. കാരണം അതിശക്തമായ മഴയുണ്ട്. മലയിൽ അതിശക്തമായ മഴ പെയ്യുന്നു. താഴെയും ഇത്രയും നേരം ശക്തമായ മഴ. ഇപ്പോഴും മഴ തോർന്നു എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. രാത്രിയിൽ കൂടുതൽ ശക്തമായ മഴ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാത്രിയിൽ അവിടെ തിരച്ചിൽ സ്വാഭാവികമായും ഒറ്റപ്പെട്ട ആളുകളെ, ജീവനോട് രക്ഷപ്പെട്ട ആളുകളെയൊക്കെ നൂറുകണക്കിന് പേരെ ഇന്ന് മടക്കി കൊണ്ടുവന്നു. അത് നമ്മൾ കണ്ടതാണ്. ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട്, മലയാളികളുണ്ട്, ലയങ്ങളിൽ താമസിച്ചവരുണ്ട്, അവിടെ തേയില നുള്ളൽ ജോലിയിൽ ഏർപ്പെട്ട ആളുകളുണ്ട്. അങ്ങനെ നൂറുകണക്കിന് ആളുകളെ, കൈക്കുഞ്ഞുങ്ങൾ അടക്കമുള്ള ആളുകളെ രാവിലെ മുതൽ ഇവിടേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. തിരികെ കരയിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു. മന്ത്രിമാർ, റവന്യൂ മന്ത്രിയും മന്ത്രി മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും അബ്ദുറഹ്മാനും GRLനും അടക്കമുള്ള മന്ത്രിമാർ ഇവിടെ കേന്ദ്രീകരിച്ചുകൊണ്ട് രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകി. പ്രതിപക്ഷത്തെയും BJPയുടെ നേതാക്കൾ, കേന്ദ്ര സഹമന്ത്രി ജോർജിനടക്കമുള്ള പൂർണ്ണമായും സംസ്ഥാന സർക്കാർ ആവശ്യപ്പെടുന്ന അനുസരിച്ച് കേന്ദ്ര സേനയുടെ വിന്യാസമടക്കം ഏകോപിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈ ഉരുൾപൊട്ടൽ മേഖലയിലേക്ക്, മുണ്ടക്കയിലേക്ക് പോവുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ എല്ലാ തരത്തിലും കേന്ദ്ര സംസ്ഥാന ഭേദമില്ലാതെ, രാഷ്ട്രീയ പാർട്ടികളുടെ ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ സംസ്ഥാനം ഒന്നാകെ നടത്തുന്ന ഒരു രക്ഷാദൌത്യമായി ഇതിനെ കാണണം. അതിന്റെ ഭാഗമായാണ് ഇത്ര വിപുലമായ തെരച്ചിൽ രാവിലെ മുതൽ പുരോഗമിക്കുന്നത്. ഇപ്പോൾ ആ ആളുകളെ, മണ്ണിനടിയിൽപ്പെട്ട ആളുകളെ കണ്ടെത്തുന്നതിനുള്ള തെരച്ചിൽ ഇന്ന് തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ രക്ഷാപ്രവർത്തകർ നിർബന്ധിതരായെന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് അവർ നേരത്തെ അനീസ് സൂചിപ്പിച്ച പോലെ നിരനിരയായി മടങ്ങി വരും നമ്മൾ കാണുന്നത്. ഒരു പ്രധാന കാര്യം കൂടിയുള്ളത്, ഈ ഒരു താൽക്കാലിക പാലത്തിൽ ഇനിയും വെള്ളം ഈ പുഴയിൽ പൊങ്ങിയാൽ അവിടെ നിന്ന് ഇക്കരയ്ക്ക് വരാനുള്ള ആ വഴി കൂടി അടയും. ബെയിലി പാലമാണ് ഈ രണ്ട് കരകളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏക മാർഗം. അത് എത്രയും വേഗം പൂർത്തിയാക്കാം. നാളെ പൂർത്തിയാക്കുമെന്ന് ആദ്യം പറഞ്ഞു നിന്നാൽ ഇന്ന് രാത്രിയോടുകൂടി തന്നെ അത് പൂർത്തിയാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. ഇതിനിടെ പറയേണ്ട മറ്റു കാര്യമുള്ളത്, നിരവധി മൃതദേഹങ്ങൾ ഒരുപക്ഷെ കണ്ടുനിൽക്കാൻ കഴിയാത്തത്ര ദുഃഖമുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ ഇന്നും ഇവിടെ ഉണ്ടായി. കൊച്ചു കുട്ടികളടക്കം, പിഞ്ചു കുട്ടികളുടെ അടക്കം മൃതദേഹങ്ങൾ ഈ മണ്ണിനടിയിൽ നിന്ന് പലയിടത്തും കണ്ടെത്തി, പുഴയിൽ നിന്ന് കണ്ടെത്തിയ സാഹചര്യമുണ്ട്.
ചൂരൽമലയുടെ താഴ്വാരത്ത് സ്കൂളിന് സമീപമൊക്കെ ഇന്നും ഒരു മൃതദേഹം കണ്ടെടുത്തിരുന്നു. അത്തരത്തിൽ മൃതദേഹങ്ങൾ ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പ്രധാനമായും ഈ വേലിപ്പാലം നിർമ്മിച്ചാൽ രക്ഷാപ്രവർത്തകർ അല്ലെങ്കിൽ സർക്കാർ ലക്ഷ്യമിടുന്നത് അതിലൂടെ അപ്പുറത്തേക്ക് പോവുകയും മണ്ണുമാന്തി യന്ത്രങ്ങൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് മണ്ണടിയിൽ കുടുങ്ങിയവരെ അവിടെ ജീവനറ്റ് കിടക്കുന്ന ഈ ആളുകളെ അവിടെ ഭൗതികദേഹമെങ്കിലും കണ്ടെടുക്കാം എന്നൊരു പ്രതീക്ഷ കൂടി ഈ വേലിപ്പാലം എന്ന ഇപ്പോഴത്തെ ഈ ലക്ഷ്യത്തിന് പേരിലുണ്ട്. ഏതായാലും ഇന്ന് രാത്രിയോടുകൂടി വേലിപ്പാല നിർമ്മാണം പൂർത്തിയാക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ രാവിലെ ഈ തെരച്ചിൽ തുടരുകയും ചെയ്യും. സ്വാഭാവികമായും വേലിപ്പാലം നിർമ്മിച്ചാൽ നാളെ വളരെ വേഗത്തിൽ കൂടുതൽ യന്ത്ര സംവിധാനങ്ങൾ അതുപോലെ തന്നെ രക്ഷാ ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് അവിടേക്ക് പോകാനും ഈ എത്രയും വേഗം ഈ തെരച്ചിൽ പൂർത്തിയാക്കാനും കഴിയുമെന്ന പ്രതീക്ഷയാണുള്ളത്. ഇനിയും ആളുകളെ കാണാനുണ്ട്. ഈ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത പോയ ആളുകൾ ഒരുപക്ഷെ മിസ്സിംഗ് ആകാം. ഈ മരിച്ചവരുടെ തിരിച്ചറിയാത്ത ആളുകൾ ഇനിയുമുണ്ട്. അത്തരത്തിൽ നിരവധി ദുഃഖം നിറഞ്ഞ സാഹചര്യങ്ങൾ ഇപ്പോഴുമുണ്ട്. ഏതായാലും കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത ഒരു ദുരന്തമാണ്. ആ ദുരന്തത്തെ ഇതുവരെ കേരളം നേരിട്ടില്ലാത്ത തരത്തിൽ അത്രയധികം ഐക്യത്തോടെ അത്രയധികം ഏകോപനത്തോടു കൂടിയാണ് ഇപ്പോൾ രക്ഷാദൗത്യവും നടത്തുന്നത്. റൈറ്റ്, വി അരുൺ വിവരങ്ങൾ നൽകിയത്. പറഞ്ഞതുപോലെ തന്നെ കേരളം കണ്ട ഏറ്റവും ശക്തമായിട്ടുള്ള ഒരുമിച്ച് നിന്നിട്ടുള്ള ആ രക്ഷാ ദൗത്യം കൂടിയാണ് ഈ കഴിഞ്ഞ മണിക്കൂറുകളിൽ കടന്നു പോകുന്നത്. ഇനിയും അത് കൂടുതൽ സുസജ്ജമാക്കും എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ചൂരൽമലയിൽ നിന്ന് കൂടി നൽകുന്നത്. ഇപ്പോൾ മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ഷബീറും നമുക്കൊപ്പം ചേരുന്നു. നിലമ്പൂരിൽ നിന്നുള്ള മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത് മേപ്പാടി ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ്. ഷബീർ നേരത്തെ ഒക്കെ പറഞ്ഞതുപോലെ ബന്ധുജനങ്ങൾ ഉറ്റവർ അതിനകത്തുണ്ടോ എന്ന് അറിയാത്ത ബന്ധുജനങ്ങൾ അവിടെ തിങ്ങി നിൽക്കുന്ന സാഹചര്യം, അങ്ങനെ വളരെ വേദനാജനകമായിട്ടുള്ള നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം കൂടി അവിടെ നിന്നുണ്ട്. എത്ര മൃതദേഹങ്ങൾ ഇത്രയും നേരത്തിനുള്ളിൽ എത്തിച്ചു? ഇനിയും ആ മൃതദേഹങ്ങൾ കൊണ്ടുവരുന്നത് തുടരും ഇനിയുള്ള മണിക്കൂറുകളും എന്നാണോ വിവരങ്ങൾ? ഏറ്റവും പുതിയ വിവരം എന്താണ് അവിടെ നിന്ന്?